പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബക്കറ്റ് ചിക്കനാണ്. അപ്പോൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാനുള്ള ചിക്കന് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനെ കഴുകി ഫ്രഷ് ആക്കിയതിന് ശേഷം അതിന്മേ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഓരോ വരട്ട് കൊടുക്കുകയാണ്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം വറ്റൽമുളക് പൊടിച്ചത്, പിന്നെ അതിന് ശേഷം മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ്. കുറച്ചുകൂടി കൂടുതൽ മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് പ്രത്യേകമായി ചേർക്കുന്നത് മന്തി മസാലയാണ്. മന്തി മസാല ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെ ഇതിന് കിട്ടും. അതിനുശേഷം ചേർക്കുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളകും ഉപ്പും ചേർത്തിട്ട് നമ്മുടെ മസാലയിലേക്ക് ഇനി ആവശ്യമായത് ചെറുനാരങ്ങയാണ്. രണ്ട് ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ഈ മസാലയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ ചേർത്തതിന് ശേഷം മസാല നന്നായി കുഴച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ മുകളിൽ ശരിക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് ചപ്പും പുതിനയും കുറച്ച് നമ്മൾ കയറ്റി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ ചിക്കന് ഡെക്കറേഷൻ വർക്കും മേക്കപ്പും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇത് 2-2.5 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. അങ്ങനെ നമ്മളെ ചിക്കന് 2-2.5 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒരു കോൽമ കുത്തി വെക്കണം. അതിനുള്ള പരിപാടിയാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അവിടെ ഇറുമ്പുണ്ട്. നമ്മളെ ചിക്കന് 2 മണിക്കൂർ 2.5 മണിക്കൂർ മസാല ഒക്കെ തേച്ച് സെറ്റാക്കി വെച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതായിരുന്നു. ഇനി നമുക്ക് പണി തുടങ്ങാം. നമ്മളെ ചിക്കൻ കയറ്റാനുള്ള കുറ്റി ഇവിടെ റെഡിയാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ്റെ കാലും കൈയൊക്കെ ഒന്ന് കൂട്ടിക്കെട്ടി ഉഷാറാക്കി കൊടുക്കുകയാണ്. പോകുന്നത് ഈ അലുമിനിയം ഫോയിൽ നമ്മൾ എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ പുകൻ്റെ ചൊയ വരാതിരിക്കാനും കരിഞ്ഞു പോകാതിരിക്കാനുമാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ചിക്കൻ അലുമിനിയം ഫോയിലൊക്കെ ചുറ്റി ഉഷാറാക്കി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബക്കറ്റ് എടുത്ത് വെച്ച് കാണ്ട് കത്തിച്ചാൽ മാത്രം മതി. നമ്മൾ ചിക്കൻ്റെ മുകളിൽ ബക്കറ്റൊക്കെ കയറ്റി വെച്ച് സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ബക്കറ്റിൻ്റെ കോലം കണ്ടിട്ട് ആരും വിഷമിക്കണ്ട. കാരണം ഇത് 2, 3, 4, 5, 6 ബക്കറ്റ് ചിക്കന് വിധേയമായൊരു ബക്കറ്റാണിത്. അതുകൊണ്ടാണ് ഇതിൻ്റെ കോലം ഇങ്ങനെ. പിന്നെ നമ്മളെ ബക്കറ്റിൻ്റെ മുകളിലേക്ക് വിറകാണ് ഇനി വെക്കുക. അങ്ങനെ നമ്മളെ ബക്കറ്റ് ചിക്കൻ വിറകൊക്കെ വെച്ച് കാണ്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കത്തിക്കാൻ പോവുകയാണ്. നല്ല ചൂടാട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ്റെ മുകളിൽ ബക്കറ്റെല്ലാം കമഴ്ത്തി വെച്ച് വിറകൊക്കെ വെച്ച് തീ കൊടുത്തിട്ടുണ്ട്. തീ നന്നായി കത്തുന്നുണ്ട്. നമ്മുടെ ബക്കറ്റ് ചിക്കൻ ഏകദേശമൊക്കെ കത്തി ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കണത്. അത്യാവശ്യം വെണ്ണീർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സുഭാഷേ, ഇതിൻ്റെ അവസ്ഥ എന്താ എന്ന് പറഞ്ഞ? അടിപൊളിയായിട്ട് കൊണ്ടുവരുന്നുണ്ടോ? ഉറപ്പാ? അലുമിനിയം ഫോയിലേ ഇട്ടുകൊണ്ട് വല്ലാണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പോന്നോട്ടെ. അയ്യോ, ഒരു കഷ്ണം അവിടെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ വെന്തിക്കണല്ലേ. ഈ വേവ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ 1 മണിക്കൂറോളം കത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിമ കെട്ടിയിരുന്ന കമ്പിയും ഇതൊക്കെ ഒന്ന് അയച്ചെടുക്കണം. ഇത് കണ്ട അത്യാവശ്യം നല്ല വെന്തിക്കണം.
കണ്ടോ വാവ് സാധനം അടിപൊളിയായി കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ചെയ്യാൻ പോകണേ. അടിപൊളിയായി. കൊക്കിൻ്റെ ഇറച്ചി കണ്ടോ ഇല്ല ടേസ്റ്റ് ചെയ്യാൻ പോകണമെന്നുണ്ട്. അടിപൊളിയായി എന്തോ എന്താ പാട് ഷെയറായിക്കണിയാ. വേറെ എന്താ വെറൈറ്റി ആയിട്ട് തോന്നുന്നത്? മസാല ഒക്കെ ഒന്ന് നല്ല പോലെ പിടിച്ചുകൊണ്ട് ആ ഉള്ളില് ചപ്പിട്ടത് എന്താ പാട്? ചപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് തിന്നണം. ആഹാ ആ ചപ്പിൻ്റെ ടേസ്റ്റ് ഉഷാറാക്കി ഇട്ടിട്ടുണ്ട്. അടിപൊളിയാ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തല്ല ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ പുതിയതായിട്ട് വരും. നമ്മൾ ഇതേമാതിരി ഫുഡ് പരമായിട്ട് ഇനിയും ഒരുപാട് വീഡിയോസ് വരാനുണ്ട്, പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുവരേക്കും ബൈ.